അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. ഒരു വർഷത്തിലെ ഏറ്റവും പുണ്യമുള്ള രാത്രി ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്. അതിൽ മുസ്ലിം ലോകത്തിന് യാതൊരു സംശയവുമില്ല. ശർവാനിയിൽ മഹാന്മാരൊക്കെ പറഞ്ഞ് വച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച രാത്രിയാണ് ഏറ്റവും പുണ്യമുള്ള രാത്രിയെന്ന്. അതും ശരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ വർഷം, ആ രാത്രിക്കാണ് ഏറ്റവും പുണ്യം. പിന്നെ ആ സംഭവം ആവർത്തിക്കില്ലല്ലോ. ഓരോ വർഷവും റബീഉൽ അവ്വൽ 12-ാം രാത്രി എന്ന അർത്ഥത്തിലല്ല, റസൂലുള്ളാഹി ജനിച്ച ആ ലൈവ് രാത്രി ഏതാണോ ആ സെയിം രാത്രി, അതാണ് ആ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് വർഷത്തിൽ ഇനി തിരിച്ചു വരാനില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ശർവാനിയിലെ അല്ല, തുഹ്ഫയിൽ മഹാന്മാര് പറഞ്ഞതനുസരിച്ച് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറയുന്നുണ്ട്, ലൈലത്തുൽ ഖദറാണ് ഒരു വർഷത്തിൽ ഏറ്റവും പുണ്യമുള്ള രാത്രി എന്ന്. അത് റമദാനിലാണെന്ന് ഉറപ്പാണ്, അവസാനത്തെ 10-ലാണെന്ന് ഉറപ്പാണ്, അതും ഒറ്റയായ രാത്രികളിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് 25-ഓ 27-ഓ ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ 21-ഓ 23-ഓ 29-ഓ ആയിരിക്കും. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു 5-ാം നൂറ്റാണ്ടിൽ എഴുതി വെച്ച ഒരു പട്ടികയുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മുഴുവൻ കേന്ദ്രമായ കിതാബാണല്ലോ അവിടുന്ന് രചിക്കാറുള്ളത്. ഗസാലി ഇമാം 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ്, വലിയാണ്, വലിയ ഇമാമാണ്, മുജദ്ദിദാണ്. സ്വന്തമായി ഖുർആനും ഹദീസൊന്നും എല്ലാം പഠിക്കാനുള്ള മുജ്തഹിദ് കഴിവുള്ള ആളാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു പട്ടികയുണ്ട്, വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ആണ് എങ്കിൽ 27-ാം രാവിലായിരിക്കും. ഇനി നമുക്കുള്ളത് 25, 27, 29 ഒക്കെയാണ്. ഏതായാലും ചൊവ്വാഴ്ച നിലാവ് കണ്ട സ്ഥിതിക്ക് 27 എന്ന് നമുക്ക് എല്ലാ വർഷവും പോലെ ഉറപ്പിക്കാം. പക്ഷേ അതിങ്ങനെ മാറി മാറി വരും ഓരോ വർഷം എന്നുള്ള ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ടെത്തൽ, അത് നമ്മൾ മറക്കാതിരിക്കുകയും വേണം. ഏതായാലും അവസാനത്തെ 10-ലെ എല്ലാ ഒറ്റയായ രാത്രികളിലും നമുക്കിത് തേടണം. ഈ രാത്രിയിൽ 83 കൊല്ലവും 4 മാസവും ഒരാൾ ജീവിച്ചിരുന്നാൽ, അയാൾ വെറും ഇബാദത്തിലായി മുഴുകിയാൽ അയാൾക്ക് എത്ര വലിയ മഹത്വം കിട്ടുമോ ആ മഹത്വം ഈ ഒരു രാത്രിയിൽ ഒരാൾ ഇബാദത്ത് ചെയ്തതുകൊണ്ട് കിട്ടും. രാത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങേ തിരക്കൽ ഇന്ത്യയിലുള്ള ആൾക്ക് 12 മണിക്കൂർ രാത്രി, അതിന്റെ ബാക്കി രാത്രി അങ്ങനെ പോയി 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 ഭൂമി ഇങ്ങനെ ഉരുണ്ടതാണല്ലോ. ഇങ്ങനെ കറങ്ങി കറങ്ങി വരുമ്പോഴേ അമേരിക്കയിൽ ലൈലത്തുൽ ഖദർ അങ്ങോട്ട് നീങ്ങി. അപ്പൊ ഇവിടത്തെ ലൈലത്തുൽ ഖദർ നീങ്ങി അവിടെ പോവുകയോ, അല്ലെങ്കിൽ അവിടുത്തെ ലൈലത്തുൽ ഖദർ അതേ രാത്രി ഇങ്ങനെ നീണ്ടു വരുമ്പോൾ ഇന്ത്യയിലേക്ക് വരികയോ. മനസ്സിലായില്ലേ? നമ്മുടെ രാത്രി എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങുന്നതാണല്ലോ. അപ്പൊ ആ നിലയ്ക്ക് 24 മണിക്കൂറാണ് ലോകത്തെ ഒരു രാത്രി. അപ്പൊ ഇവിടുത്തെ ആ ലൈലത്തുൽ ഖദറാണ് പോയിട്ട് അവിടെ എത്തുക. ആ 24 മണിക്കൂറിനകത്ത് നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റിയാൽ അവിടെയും വീണ്ടും നമുക്ക് ലൈലത്തുൽ ഖദർ കിട്ടും. ഏത് രാത്രിയാണോ ലൈലത്തുൽ ഖദർ ഉള്ളത് ആ രാത്രിയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് അങ്ങനെ സ്പീഡിൽ സഞ്ചരിച്ചാൽ കിട്ടും. അതൊന്നും ആവശ്യമില്ലാത്ത ചർച്ചയാണ്, എന്നാലും പറഞ്ഞതാണ്. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലൈലത്തുൽ ഖദർ സാധ്യതയുണ്ട്. അത് കിതാബിലെ മഹാന്മാര് ചർച്ച ചെയ്തതാണ്. ശർവാനിയിലെ 3-ാം വാള്യം 463-ാം പേജില് അമേരിക്ക എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ലോകത്തിന്റെ മൊത്തം ഭാഗങ്ങളിൽ ആ രാത്രി ആവർത്തിക്കുമ്പോൾ അതൊക്കെ ആ രാത്രിയുടെ ലൈലത്തുൽ ഖദർ തന്നെയാണ്. ലൈലത്തുൽ ഖദറിൽ നമ്മൾ എന്തെങ്കിലും ഒരു പുണ്യകർമ്മം ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഇശാവും സുബിഹിയും ജമാഅത്തായി നിസ്കരിച്ചാൽ തന്നെ ലൈലത്തുൽ ഖദറിന്റെ വലിയൊരു ഭാഗം കിട്ടിയെന്നാണ്. ജമാഅത്തായിട്ട് ഒരാൾ ഇശാ നിസ്കരിച്ച് സുബഹിന്റെ ഇടയിൽ അവനെ പിടിക്കുകയൊക്കെ ചെയ്ത് ഉറങ്ങിക്കഴിഞ്ഞ് സുബഹിക്ക് എഴുന്നേറ്റിട്ട് അവൻ ഫർള് നിസ്കാരം ജമാഅത്തായിട്ട് സുബഹി നിസ്കാരം നിസ്കരിച്ചാൽ രാത്രി മുഴുക്കെ ഇബാദത്ത് ചെയ്ത കൂലി നൽകുന്നതാണ്.
ഒരാളൊരു 3 ഖുൽ ഹുവല്ലാഹു അഹദ് രാത്രി ഓതിയ ഒരു ഖത്ം ഓതിയ കൂലിയാണ്. അങ്ങനെ പല കർമ്മങ്ങളുണ്ടല്ലോ. ഒരു യാസീൻ ഓതിയ 10 വട്ടം ഖുർആൻ മുഴുവൻ ഓതി ആവർത്തിച്ച കൂലിയാണ്. 10 ഖത്തമിന്റെ കൂലിയാണ് ഒരു യാസീൻ. ഈ രാത്രിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുണ്യകർമ്മങ്ങൾ മുഴുവനും ചെയ്തിട്ട് ഈ രാത്രിയെ ധന്യമാക്കാൻ ഒരു ബുദ്ധിയുള്ളവൻ ശ്രമിക്കുന്നില്ല എങ്കിൽ ലോകത്തെ എല്ലാ നന്മയും അവന് നഷ്ടപ്പെട്ടു എന്നാണ്. ഈ വർഷത്തിന്റെ പുണ്യമായ രാത്രി 5 രാത്രികളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് 1000 മാസത്തേക്കാൾ പുണ്യമുള്ളതാണെന്ന് ഖുർആൻ എത്രയോ വട്ടം ഓതാൻ പറയുന്ന ആ ഇന്നാൻസൽന എന്ന ഖദർ സൂറത്തിൽ പറഞ്ഞിട്ട് അത് കേൾക്കാതെ അന്ന് രാത്രി നീ ഫുള്ളായിട്ട് കിടന്നുറങ്ങുന്നു എങ്കിൽ ഈ വീഡിയോ കാണണ്ട, ഞാൻ നിർത്തുകയാണ്. അള്ളാഹു ലൈലത്തുൽ ഖദർ നമുക്ക് തരട്ടെ. ദുആ ചെയ്യണം എല്ലാവരും. അതിനാണ് ഞാൻ കാര്യമായിട്ട് ഈ വിഷയങ്ങൾ പറഞ്ഞത്. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടാൻ രാത്രി ഇശാ ജമാഅത്തായിട്ട് നിസ്കരിക്കുക, സുബഹിയും ജമാഅത്തായിട്ട് നിസ്കരിക്കുക, അത് കഴിയുന്ന ആളുകൾ. അതല്ലാത്തവരൊക്കെ പിന്നെ ജമാഅത്തായിട്ട് വീട്ടിൽ പെണ്ണുങ്ങളൊക്കെ നിസ്കരിക്കാൻ ശ്രമിക്കുക. ഏതായാലും മഗ്‌രിബിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, ശേഷമുള്ള സുന്നത്ത് നിസ്കാരം, മഗ്‌രിബ് നിസ്കരിച്ചു കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിച്ചിട്ട് പിന്നെ അവ്വാബീൻ എന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, കഴിയുമെങ്കിൽ അവ്വാബീൻ എന്ന 6 റക്അത്ത് നിസ്കാരം. ഇനിയും സമയമുണ്ടോ എങ്കിൽ 20 വരെ നിസ്കരിക്കാം. അവ്വാബീൻ എന്ന് പേരുള്ള സുന്നത്ത് നിസ്കാരം 6 റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ 12 വർഷം ഇബാദത്ത് ചെയ്ത കൂലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നും ചെയ്യാനില്ല. അവ്വാബീൻ എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു. നമ്മൾ കൈകെട്ട് ഫാത്തിഹ ഓതുക, ഖുൽ ഹുവല്ലാഹു ഓതുക. അങ്ങനെ എല്ലാ റക്അത്തിലും ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു ഓതിയിട്ട് 2 6 റക്അത്ത് നിസ്കരിക്കുക. 2 റക്അത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ 1-ാമത്തെ റക്അത്തിൽ തന്നെ ഫാത്തിഹ ഓതിയിട്ട് 6 ഖുൽ ഹുവല്ലാഹു ഓതുക. 6 ഖുൽ ഹുവല്ലാഹു ഓതുക 1-ാമത്തെ റക്അത്തിൽ. 2-ാമത്തെ റക്അത്തിൽ 6 ഖുൽ ഹുവല്ലാഹു ഓതുക. പിന്നെ ഖുൽ റബ്ബിൽ ഫലഖും ഖുൽ റബ്ബിൻ നാസും കൂടെ ഇതിന്റെ കൂടെ കൂട്ടണം ഓരോ റക്അത്തിൽ കഴിയുമെങ്കിൽ. അപ്പോ ഇതാണ് അവ്വാബീൻ നിസ്കാരം. പിന്നെ തസ്ബീഹ് നിസ്കാരം എല്ലാവർക്കും അറിയാം. തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നെന്ന് പറഞ്ഞ് കൈകെട്ടി അല്ലാഹു അക്ബർ. പിന്നെ വജ്ജഹ്തു ഓതുക, ഫാത്തിഹ ഓതുക. ആദ്യത്തെ റക്അത്തിൽ അൽഹാക്കുമുത്ത കാസർ സൂറത്ത് ഓതുക. എന്നിട്ട് റുക്കൂലേക്ക് പോകണ്ട. അതിനു മുമ്പ് 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക 15 പ്രാവശ്യം. മെല്ലെ ഇങ്ങനെ കയ്യിൽ മെല്ലെ ഇങ്ങനെ കണക്ക് പിടിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് റുക്കൂൽ പോവുക. റുക്കൂൽ ചൊല്ലാനുള്ള ദിക്ർ ചൊല്ലുക. എന്നിട്ട് 10 പ്രാവശ്യം ചൊല്ലുക ഇതേ ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പിന്നെ ഇഅ്തിദാലിലേക്ക് വരിക. ഇഅ്തിദാലിൽ സാധാരണ നമ്മൾ ചൊല്ലുന്ന ദിക്ർ ചൊല്ലുക. പിന്നെ 10 വട്ടം ഈ ദിക്ർ ചൊല്ലുക. അത് കഴിഞ്ഞ് സുജൂദിൽ പോവുക. സുജൂദിൽ അങ്ങനെ തന്നെ സുജൂദിന്റെ ദിക്ർ ചൊല്ലിയിട്ട് ഇത് 10 വട്ടം ചൊല്ലുക. മറക്കരുത്. ഓരോ 10 കൃത്യമായിട്ട് ചൊല്ലുക. ഇനി മറന്നിട്ട് പോയാൽ തിരിച്ചു വരാൻ പാടില്ല. അത് പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. സുന്നത്താണ് ദിക്ർ. ദിക്ർ ചൊല്ലാതെ അങ്ങനെ സാധാരണ പോലെ തസ്ബീഹ് നിസ്കരിച്ചാലും തസ്ബീഹ് നിസ്കാരമാവും. പക്ഷെ ദിക്ർ പറഞ്ഞതിന്റെ കൂലിയും കുറയും. അത്രയേ ഉള്ളൂ. ഇനി ദിക്ർ മറന്നിട്ട് സുജൂദിലേക്ക് പോയി ഇഅ്തിദാലിലെ ദിക്റിലേക്ക് തന്നെ തിരിച്ചു വരാൻ പാടില്ല. സുന്നത്തിൽ നിന്ന് ഫർളിലേക്ക് തിരിച്ചു വന്നാൽ നിസ്കാരം ബാത്തിലാവും. ഇടയിലെ ഇരുത്തത്തിലേക്ക് വരിക. അവിടെയും 10 ചൊല്ലുക. വീണ്ടും സുജൂദ് ചെയ്യുക. അവിടെയും 10 ചൊല്ലുക. ഇപ്പൊ 65ആയി. ഒരു റക്അത്തിൽ 75 ആണുള്ളത്. 75 ദിക്ർ ചൊല്ലണം. 4 റക്അത്താകുമ്പോൾ 300 തസ്ബീഹാണ്, 300 ദിക്റാണ്. തസ്ബീഹ് എന്നാണ് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. തസ്ബീഹ് എന്നും പറയും. അതിലെല്ലാ ദിക്റും ഉണ്ടല്ലോ. മൊത്തത്തിൽ ദിക്ർ എന്നും പറയാം. ആ ചൊല്ലുന്നത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതിനെ തസ്ബീഹ് എന്നും പറയാം, ദിക്ർ എന്നും പറയാം. തസ്ബീഹ് ഉണ്ടല്ലോ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിനാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. ഇപ്പൊ 65 ആയിട്ടുള്ളൂ. ഒരു റക്അത്തിൽ 75 ആവണ്ടേ. ഇനി എങ്ങനെയാ? ഒരു റക്അത്ത് കഴിഞ്ഞ് സുജൂദിൽ നിന്ന് നൃത്തത്തിലേക്ക് വരുന്നതിനിടയിൽ ഒന്ന് ഇരിക്കലുണ്ട്. കുറച്ചിങ്ങനെ ഇരിക്കുക. അപ്പൊ തന്നെ എഴുന്നേൽക്കുക. അതെല്ലാ നിസ്കാരത്തിലും സുന്നത്താണ്. ഈ 2 റക്അത്തിൽ നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ 2 സുജൂദ് കഴിഞ്ഞ് ആദ്യ റക്അത്ത് അവസാനിച്ച് എഴുന്നേൽക്കുന്നതിനിടയിൽ ഒന്ന് ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. കുറെ നേരം ഇരിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന അത്ര ഇരിക്കുക, എണീക്കുക. കുറച്ച് സമയം, ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ്, അതിൽ കൂടുതൽ പോകാൻ പാടില്ല. ഈ സ്ഥലത്ത് ഈ
10 ബാക്കിയുള്ളതിനെ അവിടെ ചൊല്ലാം. അതിനുവേണ്ടി കുറച്ച് സമയം ചെലവാക്കാം തസ്ബീഹ് നിസ്കാരത്തിൽ മാത്രം. അപ്പോൾ ഇവിടെ 10 ചൊല്ല, ആ റെസ്റ്റ് എടുക്കുന്ന അതിൽ. അതിന് ഇസ്തിറാഹത്തിന്റെ റെസ്റ്റ് എടുക്കുന്നതിന്റെ ഇരുത്തം എന്നാ പറയാം, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം. ഇത് തന്നെ രണ്ടാമത്തെ റക്അത്തിൽ ഇങ്ങനെ ആവർത്തിക്കുക. രണ്ടാമത്തെ റക്അത്തിൽ പിന്നെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തമല്ല, അവിടെ അത്തഹിയാത്തിനാണല്ലോ ഇരിക്കുന്നത്. രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ 2 റക്അത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഇത് പകലും നിസ്കരിക്കാം, റമദാൻ അല്ലാത്തപ്പോഴും നിസ്കരിക്കാം, ഡെയിലി നിസ്കരിക്കാം. ഒരു ദിവസം തന്നെ 1, 2, 10, 100 വട്ടം വേണമെങ്കിൽ നിസ്കരിക്കാം. കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ലൈഫിൽ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് നിസ്കരിക്കണം. കാരണം അത്രമേൽ പുണ്യമുണ്ട് എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നേരിട്ട് പറഞ്ഞ നിസ്കാരമാണ് തസ്ബീഹ് എന്ന ഈ നിസ്കാരം. അപ്പോൾ അത്തഹിയാത്ത് ഓതുന്നതിന് മുമ്പാണ് അവിടെ 10 ചൊല്ലേണ്ടത്. എന്നാൽ അത്തഹിയാത്ത് ഓതിയിട്ട് സലാം വീട്ടുക. ഇനി പകലാണെങ്കിൽ സലാം വീട്ടാതെ 3ാമത്തെ റക്അത്തിൽ എഴുന്നേൽക്കുക. അപ്പോൾ തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം 4 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നായി കൈ കെട്ടണം പകലിലാണെങ്കിൽ. ഇനി പകലിലും 2 നിസ്കരിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ വേറെ ഒരു സുന്നത്ത് കൂടി പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് സാധാരണ നമ്മൾ നിസ്കരിക്കുന്ന രൂപം. ഇത് തന്നെ മനസ്സിലാക്കുക. ചിലപ്പോൾ വ്യത്യാസപ്പെട്ട രൂപങ്ങൾ പറയുന്നുണ്ടാവും. ഇതാണ് എളുപ്പം. അപ്പോൾ ഇതേപോലെ 4 റക്അത്ത് നിസ്കരിച്ച് തീർക്കുക. സംശയമുള്ളവർ എൻ്റെ നമ്പറിൽ സംശയം ചോദിക്കാം. തസ്ബീഹ് നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങരുത്. കുറേ ദിക്റും പിന്നെ ഖുർആൻ ഓത്ത് മസ്റ്റാണ്. ചുരുങ്ങിയത് ഒരു ജുസെങ്കിലും സാധാരണ ഓതുന്നതിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് എടുത്ത് നമ്മൾ ഓതാം. ഈ രാത്രിയിൽ ഉറക്കം വരുന്നുണ്ടെങ്കിൽ നല്ല മടക്കി വെച്ചിട്ടൊന്ന് ഉളൂ പുതുക്കാം. ഉളൂ പുതുക്കലും സുന്നത്താണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിക്റ് ചൊല്ലി ഇങ്ങനെ ഇരിക്കാം. പിന്നെ കുറച്ച് ഉറങ്ങണം, അലാറം വെക്കണം, അല്ലെങ്കിൽ ഇരുന്നിട്ട് ഉറങ്ങണം. ഇരുന്ന് കഴിഞ്ഞ് അല്ലെങ്കിൽ എങ്ങനെയായാലും ഉറക്കം വരണം. ഉറങ്ങിക്കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ പേരാണ് പുണ്യമേറിയ മഹാന്മാരുടെ നിസ്കാരമായ തഹജ്ജുദ്. തഹജ്ജുദ് 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 നിസ്കാരം. രാത്രി ഇശാ കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ പിന്നെ എഴുന്നേൽക്കുന്നവർക്കുള്ള നിസ്കാരമാണ്. അത് ചിലപ്പോൾ 12 മണിക്ക് എഴുന്നേറ്റാലും 11 മണിക്ക് എഴുന്നേറ്റാലും 3 മണിക്ക് എഴുന്നേറ്റാലും സുബിഹിന്റെ 10 മിനിറ്റ് മുന്നേ എഴുന്നേറ്റ് നിസ്കരിച്ചാലും ഒക്കെ തഹജ്ജുദ് തന്നെയാണ്. വിത്ർ നിസ്കാരത്തിനെ രാത്രി ഇശായിന് ശേഷം നിസ്കരിക്കാതെ ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കാൻ വെക്കാറുണ്ട്. അവർക്ക് അത് അള്ളാഹു താലാക്ക് വേണ്ടി തഹജ്ജുദിന്റെ നിയത്തോടെ വിത്ർ എന്ന സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിസ്കരിച്ചാൽ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ 2 കൂലിയും കിട്ടും. തഹജ്ജുദ് നിസ്കരിക്കാതെ സുബഹി ആക്കുന്ന ആളുകളുടെ കാതിൽ ഇബ്ലീസ് ശൈത്താന് മൂത്രം വഹിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഒരു സദഖ ചെയ്യുക. അതവിടെ പള്ളിയിൽ ഓതുന്ന ആളുകൾക്ക് ഹലുവയോ എന്തെങ്കിലും ഫ്രൂട്ട്സോ കട്ടൻ ചായയോ മുട്ട വേവിച്ചതോ എന്തെങ്കിലും കൊടുക്കുക. അതല്ലെങ്കിൽ പത്തിരി ചുട്ടിട്ട് കൊടുക്കുക. തൊട്ടടുത്ത വീട്ടുകാർക്ക് എന്തെങ്കിലും കറി പാചകം ചെയ്ത് കൊടുക്കുക. അന്ന് ആർക്കെങ്കിലും പൈസ അതിയായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇപ്പൊ പിന്നെ ഗൂഗിൾ പേയും ഫോൺ പേയും മറ്റു പേയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു വരുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. ആ സെലക്ട് ചെയ്ത് വെച്ചതിലേക്ക് നിങ്ങളൊരു സംഭാവന അയക്കുക. എൻ്റെ വീട് പണിക്ക് പല ആളുകളും അയച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കട്ടെ. ഒക്കെ പാതിയിലും നല്ല നിലച്ചതുപോലെയുമാണ് നമ്മുടെ പലരുടെയും ആഗ്രഹം. എൻ്റേത്, എൻ്റെ വീട്, ആ കാര്യം ഉള്ളതുപോലെ അള്ളാഹു എല്ലാം പെട്ടെന്ന് പൂർത്തിയാക്കി നമുക്ക് വിജയം തരട്ടെ, സന്തോഷം തരട്ടെ. ഇതൊന്നും ഇല്ലെങ്കിൽ അള്ളാഹു ചോദിക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കരിച്ചോ നല്ലത് ചെയ്തോ എന്നൊക്കെയാ മാത്രമേ ചോദിക്കുള്ളൂ. നീ വീടുണ്ടാക്കിയോ എന്നൊന്നും ആരടുത്തും ചോദിക്കില്ല. പക്ഷേ നമുക്ക് ജീവിക്കാൻ ഒരു കൂര വേണമല്ലോ, ഒരു കൂട് വേണമല്ലോ പക്ഷിക്ക് ഉറങ്ങാൻ എന്ന് പറഞ്ഞ പോലെ നമുക്കും മക്കൾക്കൊക്കെ അള്ളാഹു ഐശ്വര്യവും സമ്പത്തും വലിയ ഈമാനിക ഇസ്ലാമിക പുരോഗതിയും അള്ളാഹു നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മളെ നേതാക്കളും അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരും ആക്കി തരട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ ഈ ഉള്ളവനെ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞു ഇൻഷാ അള്ളാഹ് നിങ്ങളെയും ഞാൻ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.